എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഉടനെ അവതരിപ്പിക്കാൻ പോകുന്ന SBI ക്വാളിറ്റി ഫണ്ടിനെ പരിചയപ്പെടുത്താൻ ഞാൻ ആവേശഭരിതനാണ്. ഇത് ക്വാളിറ്റി ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി പിന്തുടരുന്ന ഒരു ഇക്വിറ്റി സ്കീമാണ്. ക്വാളിറ്റി ഇൻവെസ്റ്റിംഗിനെ ക്രിക്കറ്റ് ടീമിൽ ഉയർന്ന ക്വാളിറ്റി ബാറ്റ്സ്മാൻമാരെ ചേർത്ത് ഒരു ടീം നിർമ്മിക്കുന്നതിൻ്റെ സമാനമാണെന്ന് ചിന്തിക്കൂ. അവർ സ്ഥിരതയോടെ പ്രകടനം കാഴ്ചവെക്കുന്നവരും ഏത് പിച്ചിലും മികച്ചതായും എളുപ്പത്തിൽ വിക്കറ്റ് നഷ്ടപ്പെടാത്തവരുമാണ്. ക്വാളിറ്റി ഇൻവെസ്റ്റിംഗ് എന്നത് ഡ്യൂറബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ഉള്ള കമ്പനികളെ പിന്തുണയ്ക്കുന്നതാണ്. ഉയർന്ന വരുമാനം സ്ഥിരമായി സൃഷ്ടിക്കാൻ കഴിയുന്ന, ലോ ഡെറ്റ് നിലനിർത്തുന്ന, സ്റ്റേബിൾ ഏർണിംഗ്സ് കാണിക്കുന്ന ബിസിനസ്സുകളാണ് ഇവ. ഈ നേട്ടങ്ങളെ പലപ്പോഴും ഇക്കണോമിക് മോഡ്സ് എന്ന് വിളിക്കുന്നു. കോക്കക്കോള പോലുള്ള കമ്പനികളെ ചിന്തിക്കൂ, അതിന് ശക്തമായ ബ്രാൻഡ് മോട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് അതിലെ ബ്രാൻഡും ഈക്കോസിസ്റ്റവും ചേർത്ത് ഉപയോഗിക്കുന്നു. നെറ്റ്ഫ്ലിക്സ് നെറ്റ്വർക്ക് എഫക്ട്സിൽ നിന്ന് പ്രയോജനം നേടുന്നു. ഇന്ത്യയിലും ശക്തമായ എക്കണോമിക് മോഡ്സ് നിർമ്മിച്ച നിരവധി കമ്പനികൾ നമുക്കുണ്ട്. ദീർഘകാലം ഈ സ്ട്രാറ്റജി വളരെ മികച്ച ഫലങ്ങൾ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് നിഫ്റ്റി 200 ക്വാളിറ്റി 30 ഇൻഡെക്സ് കഴിഞ്ഞ 20 വർഷത്തിൽ നിഫ്റ്റി 50നേക്കാൾ 93% കൂടുതൽ ലാഭം സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം വോളറ്റിലിറ്റി കുറവും ഡ്രോഡൗൺസ് കുറവുമാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, ടേപ്പർ ടാൻട്രം പോലുള്ള സംഭവങ്ങളിൽ അനുഭവപ്പെട്ടത്. അല്ലെങ്കിൽ കോവിഡ്. ലളിതമായി പറഞ്ഞ ശക്തമായ വരുമാനവും അതിനോടൊപ്പം മനസ്സിന് കൂടുതൽ സമാധാനവും. ആശ്ചര്യകരമായി നിലവിലെ സാഹചര്യവും ക്വാളിറ്റി ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിലാണെന്ന് സൂചിപ്പിക്കുന്നു. ചരിത്രപരമായി ക്വാളിറ്റി ദീർഘകാലം അണ്ടർ പെർഫോമൻസ് അനുഭവപ്പെടുമ്പോൾ അതിന് പിന്നാലെ ശക്തമായ റീബൗണ്ട്സ് സാധാരണയായി ഉണ്ടാകാറുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിന് ഇന്ന് നമ്മൾ അടുത്തിരിക്കാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. SBI ക്വാളിറ്റി ഫണ്ടിലെ ഞങ്ങളുടെ പ്രക്രിയ ഏകദേശം 450ഓളം സ്റ്റോക്കുകളുടെ ഒരു യൂണിവേഴ്സിൽ നിന്ന് ആരംഭിക്കുന്നു. ഞങ്ങൾ അവയെ ഉയർന്ന ROE, ലോ ഡെറ്റ്, ഏർണിംഗ് സ്റ്റെബിലിറ്റി, ഇക്കണോമിക് മോഡ്സ് എന്നിവയിൽ അടിസ്ഥാനമാക്കി സ്ക്രീൻ ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ കൂടുതൽ ആഴത്തിൽ പോകുന്നു. അവരുടെ മോഡ്സ് വിപുലീകരിക്കുന്ന കമ്പനികളെ, യുക്തിസഹമായ വാല്യുവേഷൻസിൽ ലഭ്യമായവയെ, ഭാവിയിൽ ഉയർന്ന ക്വാളിറ്റിയുള്ള ഫ്രാഞ്ചൈസസ് ആകാൻ സാധ്യതയുള്ള പുതിയ കാറ്റർപില്ലേഴ്സിനെ, കൂടാതെ താൽക്കാലിക പ്രശ്നങ്ങൾ ദീർഘകാല ശക്തിയെ മറയ്ക്കുന്ന മീൻ റിവേർഷൻ അവസരങ്ങളെ കണ്ടെത്തുന്നു. ക്വാളിറ്റി വിലയിരുത്തുന്നത് വെറും അക്കങ്ങളിലല്ല. ചില മികച്ച ബിസിനസ്സുകൾ ആദ്യം സ്ക്രീനിൽ നല്ലതായിരിക്കുക. ഉദാഹരണത്തിന് എയർടെൽ 2017 സാമ്പത്തിക മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ദുർബലമായതായി തോന്നിയിരുന്നു. പക്ഷേ അതിന് ആഴമുള്ളൊരു മോട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ടെലികോം നെറ്റ്വർക്ക്, ശക്തമായ കസ്റ്റമർ ഫ്രാഞ്ചൈസ്, കൂടാതെ സ്കെയിൽ അഡ്വാൻറ്റേജ് എന്നിവയും ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രി ഏകീകരിക്കുമ്പോൾ ലാഭവും സ്റ്റോക്കും ഇരുവരും ശക്തമായി ഉയർന്നു. ഇവിടെയാണ് ആക്റ്റീവ് മാനേജ്മെൻറ്റ് നിർണായകമാവുന്നത്. ഞങ്ങൾ തത്വചിന്ത വളരെ നേരിതാ. ഉയർന്ന ക്വാളിറ്റി ബിസിനസ്സുകളെ ദീർഘകാലത്ത് കൂടുതൽ സ്ഥിരതയുള്ള സമ്പത്ത് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ദുർബലമായ മോഡ്സ്, അമിതമായ ലെവറേജ് അല്ലെങ്കിൽ സംശയാസ്പദമായ ഗവേണൻസ് ഉള്ള കമ്പനികളെ ഞങ്ങൾ ബോധപൂർവം ഒഴിവാക്കുന്നു. SBI ക്വാളിറ്റി ഫണ്ട് ഇത്തരം ഉയർന്ന ക്വാളിറ്റി കമ്പനികളുടെ നല്ല രീതിയിൽ വൈവിധ്യമാർന്നൊരു പോർട്ട്ഫോളിയോ നൽകുകയാണ് ലക്ഷ്യമിടുന്നത്. ദീർഘകാല മൂലധന വർധനവാണ് ലക്ഷ്യം. ന്യൂ ഫണ്ട് ഓഫർ ജനുവരി 28 തുറക്കുകയും ഫെബ്രുവരി 11 അടയുകയും ചെയ്യും. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കുകൾക്ക് വിധേയമാണ്. എല്ലാ സ്കീം സംബന്ധിച്ച ഡോക്യുമെന്റുകളും ശ്രദ്ധാപൂർവം വായിക്കുക.